ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കൊച്ചോളി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അരങ്ങ് എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ നമ്മളെ ഡോക്ടർ PL ലക്ഷ്മിക്ക് ഒരു ആദരവ് കൊടുക്കുകയാണ്. അപ്പം ഡോക്ടർ PL ലക്ഷ്മി നമ്മുടെ TD മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായി ചാർജ് എടുത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ. അവർക്കൊരു ആദരവ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അരങ്ങിൻ്റെ കീഴിലാണ് നമ്മൾ ആദരവ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. തുടർന്ന് നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഈശ്വര പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ഋഷിയണ്ണൻ, സറാബുദ്ദീൻ ഡോക്ടർ, ബഹുമാനപ്പെട്ട ഡോക്ടർ ലക്ഷ്മി, അരങ്ങിൻ്റെ പ്രിയപ്പെട്ടവർ. അരങ്ങെന്ന് പറയുന്ന കൂട്ടായ്മ മോഹമയിൽ വലിയൊരു സംഭവമൊന്നുമല്ല. എങ്കിലും കഴിഞ്ഞ 22 വർഷമായിട്ട് മോഹമയിൽ പ്രവർത്തിക്കുന്നു. മോഹമയിൽ ഒത്തിരി എല്ലാ വിഷയങ്ങളിലും സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാ പൊതുവിഷയങ്ങളിലേക്ക് ബന്ധപ്പെടുകയും കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കറണ്ട് ബില്ല് ഇപ്പോൾ മലയാളത്തിലാണ്, അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടാവുന്ന. രണ്ടാമത്തെ, കയർ ദിനം എന്ന് പറഞ്ഞ ഒരു ദിവസമുണ്ട്, നവംബർ 5, അത് വേണമെന്ന് പറഞ്ഞത് നമ്മളാണ്. പിന്നെ ഈ ലോട്ടറി ടിക്കറ്റിന്റെ മറുവശം ഇപ്പം മലയാളത്തിലാണ്, അങ്ങനെ ഒരു മലയാളത്തിലാക്കണമെന്ന് പറഞ്ഞത് നമ്മൾ. അങ്ങനെ 3 വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിലൂടെ നടപ്പിലാക്കി. ഈ 22 വർഷത്തിനിടയിൽ ഏതാണ്ട് 150-ലധികം ആൾക്കാരെ, മുഹമ്മയിലുള്ള പ്രിയപ്പെട്ടവരെ, ഓരോ രംഗത്തുള്ള പ്രതിഭകളെ നമ്മൾ ആദരിക്കാൻ ഒത്തിരി ചടങ്ങുകൾ നടത്തി. ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് കൂടുതൽ അമ്മമാർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളാണ് അരങ്ങിപ്പോൾ ഇത്ര നാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ലക്ഷ്മി ഇപ്പോൾ ഒരാൾ മുഹമ്മയുടെ ഒരു പ്രതിഭ തന്നെയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് പദവിയിലേക്ക് എത്തുമ്പോൾ ആ പ്രതിഭയെ ആദരിക്കുക എന്നുള്ളത് മുഹമ്മക്കാരുടെ ഒരു കടമയാണ്. ആ കടമയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. പിന്നെ സൈറോ മാഡം ഉൾപ്പെടെയുള്ളവരുടെ അനുഗ്രഹം എന്നും ഞങ്ങൾക്കുണ്ട്. അതൊരു ഈ പരിപാടി അങ്ങനെയാണ്. എന്നും നമ്മൾ ആരോഗ്യ പ്രവർത്തകരെയാണ് ബഹുമാനിക്കുന്നത്. കാരണം വേറെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ നേരിടാം. ഒരു ആരോഗ്യ പ്രവർത്തകരുടെ കഴിവ് ഓരോ സാധാരണ മനുഷ്യൻ്റെ നെഞ്ചിടിപ്പ് കണ്ടിട്ട് അവരെ സഹായിക്കുന്നുള്ള ധാർമ്മികതയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകരെ എന്നും നമ്മൾ ആദരിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ആലപ്പുഴ ഋഷികേശ്, സംസ്ഥാന മലയാള നാടകവേദിയുടെ മുതിർന്ന സംഗീത സംവിധായകനാണ്. 10 സ്റ്റേറ്റ് അവാർഡുകൾ നേടിയ ആളാണ്. ഋഷിയണ്ണൻ അരങ്ങിൻ്റെ സ്വന്തമാണ്. അണ്ണൻ ഈ മനോഹരമായ ചടങ്ങിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സറാബുദ്ദീൻ, ആരോഗ്യവകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർഡായി ആലപ്പുഴയിലും DMO ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വലിയൊരു നാളത്തെ ആരോഗ്യരംഗത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡോക്ടറിന്റെ ഈ സമയം കൃത്യമായും ഈ ചടങ്ങിനെ മനോഹരമാക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഡോക്ടറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും, പിന്നെ ബഹുമാനപ്പെട്ട ലക്ഷ്മി ഈ ചടങ്ങിലേക്ക് ഏറെ ആദരവോടെ ബഹുമാനത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അരങ്ങെന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, പ്രതിഭകൾ എവിടെയുണ്ടെങ്കിലും ഈ നെല്ല് പത്താഴത്തിലുണ്ടെങ്കിൽ എലി കാസർഗോഡ് നിന്ന് വരുമെന്ന് പറഞ്ഞ പോലെ ഈ എവിടെ പ്രതിഭകളുണ്ടെങ്കിലും അവിടെ നിർബന്ധമായും അവരെ കണ്ടുപിടിക്കുക, അവരെ ആദരിക്കുക. അതൊരു ഈ സത്യത്തിൽ ഇത്രയും പേര് ഉള്ളതെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു മഹത്വമുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാൾ സൂപ്രണ്ടാവുക വളരെ അഭിമാനമുണ്ട്, ഏറെ അഭിമാനമുണ്ട്. എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിൽ വളരെ സന്തോഷത്തോടെ നമുക്ക് അത് ഉദ്ഘാടനം ചെയ്യാം. ബഹുമാനപ്പെട്ട ആലപ്പുഴ ഋഷികേശ് അധ്യക്ഷൻ, മറ്റു പ്രിയമുള്ളവരെ, ഡോക്ടർ ലക്ഷ്മിയെ സത്യം പറഞ്ഞാൽ ഇന്നാണ് പരിചയപ്പെടുന്നത് പോലും. പത്രത്തിലൂടെയൊക്കെ വാട്സപ്പിലൂടെയൊക്കെ അറിഞ്ഞുവെങ്കിലും ആരെയൊന്നും അറിയില്ല. അപ്പോഴാണ് ഇന്നലെ ഒരു അത്ഭുതമായിട്ട് ഷാജി എൻ്റെ ക്ലിനിക്കിൽ പേഷ്യൻറ്റിൻ്റെ ഇടയ്ക്ക് ഓടി കയറിയിട്ട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇന്നതാണ്. ഇങ്ങനെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടായിട്ട് ഒരു യുവത്വം അല്ലെങ്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മുടെ നാട്ടുകാരി ആയതുകൊണ്ട് ആദരിക്കണം, സാർ വരണമെന്നും പറഞ്ഞ് ഷാജി വിളിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്നിട്ടും ഷാജിയുടെ ആ ഒരു പ്രത്യേകതയാണ് ഇന്ന് വീണ്ടും 2 മണിക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചു വീണ്ടും, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും പല തിരക്കിൽ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു വലിയ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട് എന്ന പദവി നമുക്കൊക്കെ ഇപ്പോൾ വലിയ സന്തോഷമാണ് നമ്മുടെ നാട്ടുകാർക്ക് ആ പദവി കിട്ടിയതിൽ. പക്ഷേ ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ എന്ന നിലയിലും അഡ്മിനിസ്ട്രേഷനിലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള, സന്തോഷിച്ചും സങ്കടപ്പെട്ടിട്ടും ഒക്കെ ഉള്ളൊരു വ്യക്തി എന്ന നിലയിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കണ. കാരണം ഇത് സത്യം പറഞ്ഞാൽ ഇത് വലിയ സ്ഥാനവും സന്തോഷവും ഒക്കെ ആണെങ്കിലും ഒരു ചെറിയ മുൾക്കിരീടം കൂടെയാണ്. ആലപ്പുഴയിലെ ഏറ്റവും നല്ല മനുഷ്യത്വമുള്ള ഓർത്തോ ഡോക്ടർ സലീം സാറ് നമുക്കൊക്കെ അറിയാം. ഡോക്ടർ സലീമിനെ പോയി കണ്ടാൽ മതി. സാറ് 1/2 ഗുളിക 1/4 ഗുളിക എഴുതണതാണ്.
ഞങ്ങളിൽ തന്നെ 2 സൈസ് വർഗ്ഗമുണ്ട്. 10 എഴുതണവർ, 10 സൈസ് ഗുളിക എഴുതണവരും 1 സൈസ് 2 സൈസ് എഴുതണവരുണ്ട്. അപ്പോൾ സലീം സാറിന് പോയി കാണ്, ആ സാർ നല്ല മനുഷ്യനാണ്, ഓപ്പറേഷനും വേണേലും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേ ദിവസം വീട്ടിൽ ചെന്ന് സലീം സാറിനെ കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് നാളെ വരുമെന്ന് പറഞ്ഞ് ഇന്നലെ ചെന്നു. ഗാൾ ബ്ലാഡറിൻ്റെ ബയോപ്സി എടുത്ത് തന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു. അത് 90% മറ്റേതാകാനാണ് സാധ്യത എന്ന വേദനയിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു. നന്ദി. ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാന്യരെ, ഞാൻ ലക്ഷ്മി മാഡത്തിനെ ആദ്യമാണ് കാണുന്നത്. പക്ഷേ ഞാൻ ഈ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കാരണം പുരുഷോത്തമൻ സാറ് ഞാനായിട്ട് പരിചയമുണ്ടായിരുന്നു. കാരണം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് ഞാനിവിടെ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അത്ര ഒരു സന്തോഷകരമായൊരു ദിവസമാണെന്ന്. ഞാനും മനസ്സുകൊണ്ടൊരു മുഹമ്മക്കാരനാണ്. എൻ്റെ ആര്യാടാണ് താമസിക്കുന്നതെങ്കിലും ഒരു 5.5 വർഷക്കാലം മുഹമ്മദ് പഞ്ചായത്തിൽ ജോലി ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ അരങ്ങിൻ്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഇവിടെ ഓടിയെത്താറുണ്ട്. നമ്മുടെ ഈ മുഹമ്മിൽ നിന്ന് ഇങ്ങനൊരു നേട്ടം ഈ ഡോക്ടർക്ക് കിട്ടിയതിൽ നിങ്ങളോടൊപ്പം തന്നെ ഒരു മുഹമ്മക്കാരനെ പോലെ തന്നെ ഞാൻ സന്തോഷിക്കുന്നു. ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും. നല്ലൊരു ചടങ്ങിലാണ് സംബന്ധിക്കാൻ സാധിച്ചത്. എന്നും ഓർത്തിരിക്കുന്ന ചടങ്ങ്. നമ്മുടെ നാട്ടിൽ നിന്ന് തീർച്ചയായിട്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഒരു പുതിയ സൂപ്രണ്ട്, നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള സൂപ്രണ്ട് വരുന്നത് വളരെ സന്തോഷമാണ്. എന്നും ഒരു പുണ്യം ചെയ്ത ജീവിതമാണ് ഡോക്ടറുടേത്. ഈശ്വരതുല്യമായിട്ടുള്ളൊരു ഒരു സേവനമാണത്. വളരെ എന്താ പറഞ്ഞതിന് പറയുക എന്നറിയില്ല. അതുപോലെയാണ് ഓരോരുത്തർ ജീവിതകാലം മുഴുവൻ ഓരോരോ മനുഷ്യർക്കും ഡോക്ടർ എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും എന്നും വലിയൊരു ഇത് തന്നെയായിരിക്കും. കാര്യം വെച്ചാൽ അതുപോലാണ് എന്നുവെച്ചാൽ ആ ഒരു സേവനം ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ജീവൻ തന്നെ അവരുടെ കയ്യിലായിരിക്കും. നമ്മുടെ അരങ്ങ് ഇതുപോലൊരു ചടങ്ങ് സംഘടിപ്പിച്ച വളരെ സന്തോഷമാണ്. അത് നമ്മുടെ നാട്ടുകാരിയായ ഒരു ഡോക്ടർ ഇവിടെ സൂപ്രണ്ടായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ വളരെ അഭിമാനകരമാണ് നമുക്ക് എല്ലാവർക്കും. അരങ്ങിൻ്റെ വളരെ ഹൃദ്യമായ ഒരു ദിവസമാണിന്ന്. അഭിമാനമായി നമ്മൾ ലക്ഷ്മി ഡോക്ടർ സൂപ്രണ്ടായിട്ട് മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വരിക എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വളരെ അഭിമാനമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം, ഞാൻ 2003 മുഹമ്മ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ വന്നപ്പോൾ മാഡത്തിന് 16 വയസ്സേ കാണത്തുള്ളൂ. അപ്പം നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അതിഥിയായി മാറുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷകരമായ കാര്യം. മുഹമ്മയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കറിയാം. ആശുപത്രികൾ ഇപ്പം PSCയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ, മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ നിരവധി വിഷയങ്ങൾ നേരിടേണ്ട ഒരു ഔദ്യോഗിക ചുമതലയാണ്. എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും അതിയായ സന്തോഷം നമ്മുടെ ഇവിടുന്ന് മുഹമ്മയെ പഞ്ചായത്തിൽ നിന്ന് ഒരു ഡോക്ടർ ആലപ്പുഴയുടെ മെഡിക്കൽ കോളേജിൻ്റെ ഭരണം നിർവഹിക്കുക എന്ന് പറയുന്നത് ഉപായ കാര്യമല്ല. അതിന് ലക്ഷ്മി ഡോക്ടറിനെ 1000 നന്ദി ഉപ്പയോടുകൂടി തരുന്നു. എന്നാന്ന് ചോദിച്ചാൽ 1996 മുതൽ 2000 വരെ ഞങ്ങൾ വയനാട്ടിൽ തന്നെയായിരുന്നു. 14 വർഷം അവിടെയാണ് ഈ കുട്ടികൾ രണ്ടുപേരും ജനിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ്. മൂത്ത മോൾ 7ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ 2000 എനിക്ക് ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി. ഞാനിവിടെ PWDയിൽ പണ്ട് സിമെൻറ്റും കമ്പിയും ഡിപ്പാർട്ട്മെൻറ്റാണ് ഇഷ്യൂ ചെയ്തിരുന്നത്. അതിന് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഡിസ്ട്രിക്ട് സ്റ്റോർ ഉണ്ടായിരുന്നു. അതിൻ്റെ AXC ആയിട്ടാണ്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ ചാർജ് എടുത്ത് ഇവിടേക്ക് ട്രാൻസ്ഫറായി വരുന്നത്. അന്ന് മക്കൾക്ക് ട്രാൻസ്ഫർ ആയില്ല, ചേട്ടനും ട്രാൻസ്ഫർ ആയിരുന്നില്ല. മോളുടെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള അവൾക്കൊരു കഴിവുണ്ട്. അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഇതായിരിക്കും. നമ്മൾ നാട്ടുകാരെയാന്ന് പറയുമ്പോൾ വീട് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും മുഹമ്മ എന്ന് പറയും. പാരൻസ് നിർബന്ധിച്ചു, അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ മക്കൾ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് പാരൻസ്. ഇതങ്ങനെയല്ലായിരുന്നു, തിരിച്ചായിരുന്നു. എനിക്ക് തൃശ്ശൂർ പോകണം എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. വേറൊന്നല്ല, എനിക്ക് സർജനായാൽ മതിയായിരുന്നു. സർജറി എന്തിന് സർജൻ ആവണം എന്നുള്ളതിന് ഇപ്പം എന്തിനാണ് സർജനായെന്ന് ചോദിച്ചാൽ ഒരു കഥ എല്ലാത്തിനും കാണുമല്ലോ. അപ്പോൾ കഥ എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ നിർണയം
അതിനകത്ത് എന്താ പറയാ റിഫ്രാക്ഷൻ വേണ്ടിയിട്ട് ആ സ്പോട്ട് ഡയഗ്നോസ് ചെയ്ത് സംതിങ് അതിൽ ക്ലിക്ക് ചെയ്തു. നോക്കുമ്പോൾ പിന്നെ നോക്കാൻ ദാറ്റ്സ് ഗുഡ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എൻ്റെ എനർജീനെ ആപ്റ്റിറ്റ്യൂഡിനെയും മാനേജ് ചെയ്യാൻ ഒരു ചാനൽ ചെയ്യാൻ സബ്ലൈം ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് സർജറി എന്നുള്ള സാധനം. എനിക്ക് ക്ലിക്കായി. അപ്പം എൻ്റെ കൂടെ പഠിക്കാൻ വന്ന വേറൊരാളാണ് ഇപ്പം എൻ്റെ പാർട്ട്ണർ. ഞങ്ങൾ അപ്പം അമ്മ പറഞ്ഞു ഞാൻ ഒരു പ്രേമവിവാഹം അല്ല, ഞങ്ങൾക്ക് ഒരു സംശയം ഇല്ലാതെ വരെ ഞങ്ങൾ പ്രേമിച്ചിട്ട് അതിലൊരു സംശയം വേണ്ട. എൻ്റെ ബാച്ച്മേറ്റ് ആണ്. അപ്പം ഹൗസ് ഏജൻസി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ആ സമയത്ത് തന്നെ അമ്മ ഇതിനിടയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് അമ്മ തൃശ്ശൂർ പ്രൊമോഷനായിട്ട് SA ആയിട്ട് വന്നു. അപ്പം അനിയത്തിയും തൃശ്ശൂരേക്ക് വന്നു. ഞാൻ അവിടെ നിന്ന് ഹൗസ് ഏജൻസി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും അമ്മയ്ക്ക് ലാസ്റ്റ് പ്രൊമോഷൻ C ആയിട്ട് അമ്മ ട്രിവാൻഡ്രത്തേക്ക് പോയി. അപ്പം ഫസ്റ്റ് എനിക്ക് ഈ സർജറി എന്ന് പറഞ്ഞത് തന്നെ ഉള്ളതുകൊണ്ട് ഹൗസ് ഏജൻസി കഴിഞ്ഞ ഉടനെ തന്നെയുള്ള എൻട്രൻസിന് എനിക്ക് ജസ്റ്റ് എൻ്റെ തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് സർജറി സീറ്റ് ഒഴിവായി. അത് കഴിഞ്ഞ് ബാക്കി കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഫസ്റ്റ് ചാൻസ് അല്ലേ. കാര്യം ശരിയാണ്, നമ്മൾ ഇരിക്കും, ഇപ്പം ഞാനും ഇരിക്കും 6 മണി വരെയൊക്കെ ഇരിക്കും. അങ്ങനെയല്ല, അതിന് ഡ്യൂട്ടി ടൈം കൃത്യമാണ്. അതിന് വേണ്ട നമുക്ക് കൃത്യം ആൾക്കാരെയും സ്റ്റാഫിനെയും നമുക്ക് വേണം. അതിന് നിൽക്കാനുള്ള ഇതിപ്പം ഇനിയിപ്പം എല്ലാം ഇവൻച്വലി ഇപ്പം ഇന്റർവെൻഷണൽ റേഡിയോളജി ഞങ്ങൾക്ക് മൊത്തം ഫുൾ ടൈം ഇല്ല, ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസമാണ് ഉള്ളത്. പെരിഫറൽ ആൻജിയോ ചെയ്യുന്നുണ്ട്, CT ആൻജിയോ MRI എല്ലാം ചെയ്യുന്നുണ്ട്. പെരിഫറൽ ആൻജിയോ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് മാത്രമല്ല, ഞങ്ങളുടെ കാർഡിയോളജിസ്റ്റും ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ആദരവിന് നന്ദി. വളരെ സന്തോഷം തോന്നുന്നു. കാരണം അരങ്ങിൻ്റെ കൊച്ചു കണ്ണിലൂടെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൻ്റെ ശോചനീയമായ അവസ്ഥകളെക്കുറിച്ച് നമ്മുടെ നാട്ടിൻപുറത്ത് ജനങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ വസ്തുത എന്താണെന്നും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ഒക്കെ തന്നെ നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ മാഡം ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ വശങ്ങൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ആ കൂടുതൽ നല്ല രീതിയിൽ ആ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുവാനും നല്ല നല്ല ചികിത്സ സാധാരണക്കാരായ രോഗികൾ അടക്കമുള്ള ആളുകൾക്ക് ലഭിക്കുവാനും നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ കോട്ടയം പോലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് എത്തിപ്പെടാതെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് തന്നെ രോഗികൾ എത്തിപ്പെടാൻ തക്ക തരത്തിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ചുകൂടി നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, എല്ലാ രോഗികൾക്കും ആശ്രയമായി മാറാനും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അരങ്ങിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.